കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന രാമപ്രിയ എന്ന ബസ്സിലാണ് ഈ യാത്ര. ഈ ബസ്സിനെ നിയന്ത്രിക്കുന്നത് ഒരച്ഛനും മകളുമാണ്. അച്ഛൻ ബസ് ഓണറും ഡ്രൈവറും, മകൾ കണ്ടക്ടറും കിളിയും. മോള് ഇങ്ങനെ വന്നതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് അതിയായ താല്പര്യമാണ്. ഇത് നമ്മുടെ തന്നെ ബസ്സാണ്. പിന്നെ മോൾക്കാണെങ്കിൽ ബസ്സിനോട് ഭയങ്കര ക്രേസാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 പെൺകുട്ടികളാണ്. അതിൽ മൂത്താളാണ് ഇവൾക്ക് ഈ ബസ്സിനോടുള്ള ക്രേസും പിന്നെ നാളെ ഇവള് നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കണം. ചെറുപ്പം തൊട്ടേ ഞാൻ ബസ്സിനോട് ഭയങ്കര ക്രേസുള്ളൊരു ആളാണ്. അച്ഛനും സ്വന്തമായിട്ട് ബസ്സുള്ളതുകൊണ്ട് അച്ഛനും കൂടെ ഒക്കെ കൊണ്ടുപോകാറുണ്ട്. എനിക്ക് വണ്ടിയിൽ കയറി ഇറങ്ങി നടക്കാനൊക്കെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബാലൻസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ. കൊറോണ സമയത്ത് പണിക്കാരുടെ കുറവും പിന്നെ പണിക്കാരെ വെച്ച് സർവീസ് നടത്താനുള്ള ഒരു വരുമാനമില്ലായ്മയും ഒക്കെ ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ വണ്ടിയിൽ പോകണം. അതായത് അവർ സമയത്തിന് കറക്റ്റ് ചെയ്ത് പോകണ്ടോ നോക്കാനായിട്ട്. അപ്പോൾ ആ ഡ്യൂട്ടിക്ക് ആദ്യം ആളെ വിട്ടു. അതാൾ ഭയങ്കര സന്തോഷത്തിൽ ഏറ്റെടുത്ത്. പക്ഷേ ആൾ അപ്പോഴും പ്രതീക്ഷിക്കണില്ല കണ്ടക്ടർ എന്നുള്ളൊരിത്. ആൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിലെ വണ്ടിയിൽ പോവുക. അപ്പോൾ അവരുടെ ഒരു അംഗീകാരം, അവരുടെ ഒരു പ്രോത്സാഹനമൊക്കെ ആയപ്പോൾ പതുക്കെ കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് മുന്നായിട്ട് പൈസയൊക്കെ മേടിപ്പിക്കും. അതുപോലെ ഗുരുവായൂർ എത്തുന്നതിന് മുമ്പ് ചാവക്കാട് നിന്ന് പൈസയൊക്കെ മേടിക്കുക. അത് ആ പൈസ മേടിക്കണ രീതി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ഇതിലും നല്ല ഇതാവുന്നു, നന്നായിട്ട് തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഒരു കണ്ടക്ടറായപ്പോൾ ആളോട് പറഞ്ഞാൽ അവൾക്ക് ബാഗ് കൊടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. ആൾ അതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹനം കൂടെ ആയപ്പോൾ ഇവള് പെട്ടെന്ന് അത് പഠിച്ച് കയറി. അങ്ങനെ പിന്നെ മുടക്ക് ദിവസങ്ങളിൽ ഡ്യൂട്ടി കൊടുക്കും. അങ്ങനെ അത് ഞായറാഴ്ചയൊക്കെ തിരക്ക് കുറവാണല്ലോ, അപ്പോൾ ഡ്യൂട്ടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏത് ദിവസവും ആൾ ഡ്യൂട്ടി എടുക്കും. അതിനുള്ള പ്രാപ്തിയായി കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ കയറ്റി നടത്താനും വിളിച്ച് ഇറക്കാനും പ്രായമുള്ളവർ ആ റോഡ് കടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടി കയറ്റാനും ഒക്കെ ഉള്ള നല്ല ഇതാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് വേറെ ഡ്രൈവർ കയറിയാൽ അവരും അറിയും അനന്തലക്ഷ്മിയായിട്ട് പണിയെടുക്കാൻ ഒരു പ്രത്യേക എനർജിയാണ്. അതുപോലെ നമ്മുടെ വണ്ടിക്കാരനെ യാത്രക്കാരായാലും ഭയങ്കര ഫാൻസായി കഴിഞ്ഞ് അവളുടെ ഇവളെ കണ്ടില്ലെങ്കിൽ ചോദിക്കും, എന്താ ആൾ വരാത്തത്, ആൾക്ക് എന്താ ഡ്യൂട്ടി ഇല്ലാത്തത്, ആളെ കയറ്റ് പറഞ്ഞ് അവർക്ക് മറുപടി കൊടുത്ത് നമ്മൾ ഇതാവണം. ഞാൻ കണ്ടക്ടറായിട്ട് ബാഗ് പിടിച്ചിരുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ യൂണിഫോമിനല്ല കളർ ഇട്ടിട്ടാണ് പിടിച്ചിരുന്നത്. അന്ന് ചെറിയ ചെറിയ ഡിസ്റ്റൻസിലേക്കുള്ള പൈസ വാങ്ങാറ്. അപ്പോൾ കളറിട്ട് ഒരു കൊച്ചിന്ന് പൈസ വയ്ക്കുമ്പോൾ ആരും തരൂല. ആരാണ് എന്താണ് ചോദിച്ചാലും എന്ത് വല്ല സംഭാവന പിരിക്കാൻ വേണ്ടി വന്ന ആളാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ കണ്ടക്ടറാണെന്ന് പറയുമ്പോൾ കണ്ടക്ടർ അത് വേറെ ആരുമില്ല, പ്രാക്ടീസാണ്, അതാണ് കളർ എന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ പൈസ ഒക്കെ വാങ്ങിച്ച് പിന്നെ കുറേ പേര് കളിയാക്കും, വേല എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ട വലിയ പ്രായം തോന്നണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ യൂണിഫോം എനിക്ക് മാറിയപ്പോൾ ഒന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി. എല്ലാവരും സഹായിച്ച് പിന്നെ പ്രോത്സാഹനമായി. പിന്നെ ആള് അതിൻ്റെ ഒപ്പം വിദ്യാഭ്യാസം കൂടെ ആള് ശ്രദ്ധിച്ചുകൊണ്ടാണ് പോണത്. ആൾക്ക് ഇത് കഴിഞ്ഞ് ആ ഡിഗ്രി കഴിഞ്ഞേക്കുമ്പോഴാണ് ഈ വക ആഗ്രഹങ്ങളായിട്ട് വന്നത്. അത് കഴിഞ്ഞപ്പോൾ M.Com പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്ക് കിട്ടുന്ന ഇതിൽ നിന്നുള്ള ശമ്പളം സാധാരണ ആൾക്ക് കൊടുക്കണ ശമ്പളം തന്നെ ആൾക്കും കൊടുക്കുകയാണ്. അതിൽ നിന്ന് ആളുടേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് ആളെ കൊണ്ടുള്ളൊരു ബാധ്യത കുറച്ച്. അതുപോലെ നമ്മുടെ എന്ന് പറഞ്ഞ ചില തെറ്റുകളും നമ്മളോട് ചൂണ്ടിക്കാണിക്കും. അതെങ്ങനെ ചെയ്താൽ പറ്റില്ല കേട്ടാ എന്ന് പറയും. അപ്പോൾ നമുക്കും അവളോടൊരു കൂടുതൽ ഇത് തോന്നും. അങ്ങനെ ആണ് ആയിട്ട് മുന്നോട്ട് പോകണം. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഇതിൽ തന്നെയുള്ള ലേബേഴ്സിന് വല്ല അസുഖം വന്ന് വീട്ടിൽ നിന്ന് വിളി വന്നാൽ നമ്മുടെ വണ്ടിയിൽ ഗ്യാരണ്ടി ആയിട്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മോളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു 10 മിനിറ്റിനകം വണ്ടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കും.
കൂടുതലായിട്ട് എനിക്കിവിടെ പ്രോത്സാഹനം കിട്ടണ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പെൺകുട്ടിയാണ്. ഇവിടെ വേറെ പെൺകുട്ടികളൊന്നും ഇവിടെ ഇങ്ങനത്തെ ജോലി ചെയ്യണില്ല. കുറച്ച് റിസ്ക് ആണെന്നുള്ള രീതിയിലുള്ള മനോഭാവമാണ് എല്ലാവർക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നമ്മ അതിനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇന്ന ജോലി, പുരുഷന്മാർക്ക് ഇന്ന ജോലി ഇതൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. മാന്യവും മര്യാദയായിട്ടുള്ള ഒരു ജോലി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മ അത് ഇങ്ങനെ അത് നല്ല സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പെൺകുട്ടികൾ വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇതിലേക്ക് കയറിയത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോ, നമുക്ക് പ്രാക്ടീസ് വന്നിട്ട് നിങ്ങൾക്കും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് വിടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചോദിക്കട്ടെ, വീട്ടുകാർ സമ്മതിക്കാൻ ചാൻസ് ഇല്ല, പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ബസ്സിൽ നിന്ന് വിടൂലല്ലോ എന്ന് പറയും. കുറേ പേര് അങ്ങനെ സങ്കടം പറഞ്ഞ് എൻ്റെ അടുത്ത് പോകാറുണ്ട്. മിക്ക ദിവസവും ചില കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് ഞങ്ങൾക്കും ഇതേ പ്രായമുള്ള മോളുണ്ട്, ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ അവരിങ്ങനെ കടന്ന് വാങ്ങണത് ഒക്കെ എന്ന് പറയും. ഇത് കുറച്ച് റിസ്ക് അല്ലേ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, റിസ്ക് ഒന്നുമില്ല, നമുക്ക് അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ റിസ്ക് എന്ന് പറയാനില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും.